ഹായ് ഓൾ, നമ്മൾ ഇന്ന് നോക്കുന്ന ടോപ്പിക്ക് മെഷർമെൻറ്റ്സ്, യൂണിറ്റ്സ് ആൻഡ് കൺവേർഷൻ എന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത്. നമ്മൾ +2 അതുപോലെ തന്നെ 10th ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ള സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഇതറിയാതെ മുന്നോട്ട് പോകരുത്. എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ബേസിക് ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓവർവ്യൂ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് ആൻഡ് കൺവേർഷൻ, അതായത് നമ്മുടെ ബ്രിട്ടീഷ് യൂണിറ്റും പിന്നെ നമ്മുടെ SI യൂണിറ്റും യാർഡ് മീറ്റർ തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അതിനുശേഷം നമ്മൾ നോക്കുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയും അതിൻ്റെ SI യൂണിറ്റും. നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതിൻ്റെ SI യൂണിറ്റും നമുക്ക് എക്സാംസിന് ചോദിക്കാറുണ്ട്. കേരള PSC എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ SI യൂണിറ്റ്. അതിനുശേഷം നമ്മൾ ആ SI യൂണിറ്റ് CGS യൂണിറ്റും SI യൂണിറ്റും CGS യൂണിറ്റും തമ്മിലുള്ള റിലേഷൻ നോക്കും. അതിനുശേഷം ഇപ്പോൾ ഉള്ള റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്ന പാറ്റേൺ ആണ് SI പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള, അതും നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് MCQ കാണാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബേസിക് കാര്യങ്ങളാണ്. നിങ്ങൾ എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ്. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും അറിയാമായിരിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ബേസ് യൂണിറ്റ്? ബേസ് യൂണിറ്റിൽ നിന്നും അങ്ങോട്ട്, അതായത് സ്മോളർ യൂണിറ്റ്സ് ഇങ്ങോട്ടാണെങ്കിൽ ബിഗ്ഗർ യൂണിറ്റ്സും. ബേസ് യൂണിറ്റിൽ നിന്നും, ബേസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ 10⁻�0, അതായത് 1 ആയിട്ട് കൺസിഡർ ചെയ്തോളൂ. ഡെസി, സെൻറ്റി, മില്ലി. ഡെസി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, 10⁻⁻1 അല്ലെങ്കിൽ പറയാം 0.1. സെൻറ്റിമീറ്റർ നിങ്ങൾക്കറിയായിരിക്കും 10⁻⁻2. മില്ലി 10⁻⁻3. ഈ പ്രിഫിക്സ് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. മറ്റൊന്നെന്ന് പറയുന്ന ഡെക്ക, ഹെക്ടോ, കിലോ. ഡെക്ക എന്ന് പറയുന്നത് എന്താണ്? 10. ഹെക്ട എന്ന് പറയുന്ന 100. കുറച്ച് പേർക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും, നോട്ട് ചെയ്യുക. ഹെക്ടോ മീൻസ് 100. ഇനി കിലോ എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻³ 1000 കിലോഗ്രാം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ നന്നായിട്ട് അത് മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ സബ്ജക്റ്റ് മാത്രമല്ല, ഇനി നമ്മൾ അങ്ങോട്ട് നോക്കുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സ് ആയിക്കോട്ടെ, മറ്റ് എൻജിനീയറിംഗ് മെക്കാനിക്സ് ആയിക്കോട്ടെ, എല്ലാ സ്ഥലത്തും വരുന്ന ഒരു ഫണ്ടമെൻ്റൽസ് ആണ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ്? ഡെസിയും ഡെക്കയും ഒരു ആൽഫബറ്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ, മാറിപ്പോകരുത്. ഡെസി മീൻസ് 10⁻⁻1, ഡെക്ക മീൻസ് 10. പിന്നെ എന്താണ്? സെൻറ്റി എന്ന് പറഞ്ഞാൽ 10⁻⁻2, മില്ലി എന്ന് പറഞ്ഞാൽ 10⁻⁻3. മറ്റൊന്ന് ഹെക്ടോ, ഹെക്ടോ എന്ന് പറയുമ്പോൾ 100. അതുപോലെ കിലോ എന്ന് പറയുമ്പോൾ 10⁻3. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന കൺവേർഷനാണ്, യൂണിറ്റ്സ് ആൻഡ് കൺവേർഷൻ. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലെന്തിൻ്റെ നോക്കാം, അതിനുശേഷം നമ്മൾ ഏരിയയുടെ നോക്കും, അതുപോലെ തന്നെ വോളിയത്തിൻ്റെ കൺവേർഷൻസ് നോക്കും, അതിനുശേഷം നമ്മൾ വെയ്റ്റിൻ്റെ കൺവേർഷനും നോക്കും. കോമൺലി ഇതിൽ നിന്നും എല്ലാ എക്സാംസിനും 1 to 2 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ 2 മാർക്കിലും കൂടുതൽ ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാക്സിമം 2 ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ലെന്തിൻ്റെ നമ്മുടെ ബ്രിട്ടീഷ് യൂണിറ്റ് എന്താണ്? യാർഡ്. അവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 യാർഡ് എന്ന് പറഞ്ഞാൽ എത്ര ഫീറ്റാണ്? 3 feet. അതുപോലെ 1 feet എന്ന് പറഞ്ഞാൽ 12 inches. ഞാൻ പഠിപ്പിക്കുന്ന സെറ്റായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പം നമുക്ക് കോറിലേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ, ഒരു ഫിഗർ കാണിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കിയേ, 1 foot നമ്മുടെ കാൽപാദം അല്ലേ? 1 foot എന്ന് പറയുന്നത് സിംഗുലറിലാണ്, പ്ലൂറൽ വരുമ്പോൾ നമ്മൾ ഫീറ്റ് എന്ന് പറയും. അപ്പം 1 foot എന്ന് പറയുന്നത് 1 യാർഡ് എന്ന് പറയുന്നത് എന്താണ്? 3 feet ചേർന്നതാണ്. പ്ലൂറൽ വന്നുകൊണ്ടാണ് 3 feet. അതുപോലെ തന്നെ 1 inch എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗറിൽ ഫസ്റ്റ് ലൈൻ, അത്രയും ഹൈറ്റിനെ ആയിരിക്കും നമ്മൾ ഇഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ 1 footനെ നമുക്ക് 12 inches എന്ന് പറയാം. ഈ ഫിഗർ വെച്ച് നിങ്ങൾ പഠിക്കുക. 1 യാർഡ് 3 feet, അതുപോലെ 1 foot എന്ന് പറഞ്ഞാൽ 12 inches. ആദ്യത്തെ സെറ്റ് അതാണ്. ഇനി അടുത്തതെന്ന് പറയുന്ന രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് 1 mile എന്ന് പറയുന്ന 8 furlong. പണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് ഫർലോങ്, മൈൽ എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അതൊക്കെ അറിഞ്ഞു വയ്ക്കുക. കുറച്ച് ബൈഹാർട്ട് ചെയ്യേണ്ടതും മെമ്മറൈസ് ചെയ്യേണ്ടതുമായിട്ടുള്ള വാല്യൂസാണ് ഇതിലുള്ളത്. മാക്സിമം പഠിക്കാൻ നോക്കുക. അപ്പോൾ 1 mile എന്ന് പറഞ്ഞാൽ 8 furlong. അതുപോലെ തന്നെ 1 fathom എന്ന് പറഞ്ഞാൽ 6 feet ആണ്. 1 pole എന്ന് പറഞ്ഞാൽ 5.5 yard. 5.5 yard.
അപ്പോൾ സെക്കൻഡ് സെറ്റിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്? 1 മൈൽ ഈക്വൽ ടു 8 ഫർലോങ്, 1 ഫതോം ഈക്വൽ ടു 6 ഫീറ്റ്, അതുപോലെ 1 പോൾ ഈക്വൽ ടു 5.5 യാർഡ്. ഇനി നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. എന്താണ്? നമുക്കറിയാം ലെന്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ അല്ലേ? അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യാർഡിൽ എന്തായിരിക്കും? നമ്മുടെ ബ്രിട്ടീഷ് യൂണിറ്റ് ആയിട്ടുള്ള യാർഡിൽ 1 യാർഡ് എന്ന് പറയുന്നത് 91.44 സെൻറ്റിമീറ്റർ, അതായത് നമ്മുടെ 100 സെൻറ്റിമീറ്ററിൽ നിന്നും കുറവ്. 1 മീറ്റർ നമ്മുടെ SI യൂണിറ്റായ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷ് യൂണിറ്റ് ആയിട്ടുള്ള യാർഡെന്ന് പറയുന്നത് 1 യാർഡെന്ന് പറയുന്നത് 91.44 സെൻറ്റിമീറ്റർ. അത് നമ്മുടെ മൂന്നാമത്തെ സെറ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി അടുത്ത സെറ്റ് എന്ന് പറയുന്നത് നമ്മളെ സ്കെയിലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുട്ടി ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. മറ്റൊന്നെന്ന് പറയുന്നത് 1 ഇഞ്ച് 2.54 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ സെൻറ്റിമീറ്റർ ടു ഇഞ്ച് എങ്ങനെയായിരിക്കും? സെൻറ്റിമീറ്റർ ടു ഇഞ്ച് ഡിവൈഡ് ചെയ്യണം അല്ലേ? 1 ഡിവൈഡഡ് ബൈ 2.54 ആയിരിക്കും നമുക്ക് 0.394 ഇഞ്ച്. നമുക്ക് എക്സാം ഹാളിൽ ചെന്ന് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നേക്ക് ഒത്തിരി ടൈം പോവും. നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയാലും വാല്യൂ ഉള്ളതാണ്, വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം പഠിച്ചു വയ്ക്കുക. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.394 ഇഞ്ച്. അപ്പം നമ്മുടെ നാലാമത്തെ സെറ്റാണത്. 1 ഇഞ്ച് എന്ന് പറയുന്ന 2.54 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന 0.394 ഇഞ്ച്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്ന 1 മീറ്റർ 3.28 ഫീറ്റ്. ആക്ച്വലി മീറ്റർ സ്ക്വയർ ടു ഫീറ്റ് സ്ക്വയറും മീറ്റർ ക്യൂബ് ടു ഫീറ്റ് ക്യൂബും എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അത് വരുന്ന സ്ലൈഡിൽ നമുക്ക് പഠിക്കാം. ഇത് നിങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് പഠിച്ചോളൂ. 1 മീറ്റർ എന്ന് പറയുന്നത് 3.28 ഫീറ്റ് ആണ്. അതുപോലെ തന്നെ 1 മൈൽ അടുത്ത സെറ്റാണ്. 1 മൈൽ എന്ന് പറയുന്നത് 5280 ഫീറ്റ്. മൈൽ നേരത്തെ ഒരെണ്ണം പഠിച്ചു, അപ്പോൾ ഓർത്തെടുക്കുക. 1 മൈൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? 8 ഫർലോങ്. ഇനി നമ്മളിവിടെ പറയുന്നു 1 മൈൽ 5280 ഫീറ്റ്. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തെറ്റാനുള്ള ഒരു ചാൻസ് ഉള്ളതാണ് 1 നോട്ടിക്കൽ മൈൽ. നോട്ടിക്കൽ മൈലും മൈലും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ഒരു മൈലെന്ന് പറഞ്ഞാൽ 5280 ഫീറ്റാണ്. നോട്ടിക്കൽ മൈലെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളെ സീയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്, ഷിപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ 1 നോട്ടിക്കൽ മൈൽ ഇൻ ഫീറ്റ് എത്രയാണ്? 6080 ഫീറ്റ്. അതായത് കുറച്ച് കൂടുതൽ, 5280 ഫീറ്റിനേക്കാളും കൂടുതൽ 6080 ഫീറ്റ്. ഇനി നമ്മൾ നോക്കുന്നത് മൈലും കിലോമീറ്ററും തമ്മിലുള്ളതാണ്. 1 മൈൽ 1.609 കിലോമീറ്റർ, 1 നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ. അത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ പഠിച്ചാലും മതി. നമുക്കറിയാം 1 മൈൽ എന്ന് പറഞ്ഞാൽ 8 ഫർലോങ് ആണെന്നറിയാം. പിന്നെ ഇവിടെ പഠിച്ചത് എന്താണ്? 1 മൈൽ എന്ന് പറയുന്ന 5280 ഫീറ്റ് അല്ലേ? അതുപോലെ കിലോമീറ്ററിലാവുമ്പോൾ എത്രയാണ്? 1.609 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോട്ടിക്കൽ മൈൽ എന്താ നമ്മൾ പഠിച്ച? 1 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പം ഇൻ ഫീറ്റ് 6080 ഫീറ്റ്. അതുപോലെ തന്നെ കിലോമീറ്ററിലാവുമ്പോൾ എത്രയാണ്? 1.852 കിലോമീറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ സെറ്റായിട്ട് പഠിക്കുക. എന്തൊക്കെയാണ്? ഫസ്റ്റ് നിങ്ങൾ ഓർക്കേണ്ടത് 1 യാർഡ് എന്ന് പറയുന്നത് 3 ഫീറ്റ്, 1 ഫൂട്ട് എന്ന് പറയുന്ന 12 ഇഞ്ച്. ആ ഫിഗർ ഓർക്കുക. രണ്ടാമത്തത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് മെമ്മറൈസ് ചെയ്യാൻ, ഒരു സെറ്റായിട്ട് പഠിച്ചോളൂ, കുഴപ്പമില്ല. ഈ 3 വാല്യൂസും നിങ്ങൾക്ക് സർവേയുടെ ഫസ്റ്റ് തുടക്കത്തിൽ പഠിക്കേണ്ടി വരും. അപ്പോൾ അവിടെയും ഇവിടെ കുറച്ച് പഠിക്കുമ്പോൾ അവിടെയും വീണ്ടും റെപ്പറ്റീഷൻ വരുമ്പം ഫിക്സ് ആയിക്കോളും. മാക്സിമം ഈ ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഈ വാല്യൂസ് ചോദിക്കാറുള്ളതാണ്, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് എന്തൊക്കെയായിരുന്നു? 1 മൈൽ 8 ഫർലോങ്, 1 ഫതോം 6 ഫീറ്റ്, 1 പോൾ 5.5 റോഡ്. യാർഡ്. പോളിൻ്റെ മറ്റൊരു പേരാണ് റോഡ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓർക്കുന്നത്. SI യൂണിറ്റ് മീറ്റർ, സെൻറ്റിമീറ്റർ ആകുമ്പോൾ 100 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ബ്രിട്ടീഷ് യൂണിറ്റ് 1 യാർഡ് എന്ന് പറയുമ്പോൾ 91.44 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ മൂന്നാമത്തെ സെറ്റും കഴിഞ്ഞു. ഇനി നാലാമത്തെ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കെയിലും 1 ഇഞ്ച് 2.54 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ എത്ര ഇഞ്ചാണ്? 0.394 ഇഞ്ച്. ഇനി അടുത്തതെന്ന് പറയുന്ന 1 മീറ്റർ 3.28 ഫീറ്റ്. അതിൻ്റെ കൂടെയുള്ള സെറ്റ് വരുന്ന സ്ലൈഡിൽ നമുക്ക് കാണാം. മറ്റൊന്ന് നമ്മുടെ മൈലും നോട്ടിക്കൽ മൈലും 1 മൈൽ 5280 ഫീറ്റ്. അതുപോലെ കിലോമീറ്ററിലാവുമ്പോൾ 1.609 കിലോമീറ്റർ. ഇതെല്ലാം ഡിസ്റ്റൻസിൻ്റെ മെഷറാണ്, ലെന്ത് മെഷർമെൻ്റ് ആണ്, മാറിപ്പോരുത്.
ഇനി എന്താണ് 1 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 6080 ഫീറ്റ് ആണ്. അതുപോലെ കിലോമീറ്ററിലാവുമ്പോൾ എത്രയാണ്? കൂടുതലായിരിക്കും, 1.852 കിലോമീറ്റർ. നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സാമിൻ്റെ ഓപ്ഷനിൽ ഇത് രണ്ടും തന്നേക്കും. ക്വസ്റ്റ്യൻ ഇപ്പോൾ നോട്ടിക്കൽ മൈലാണെങ്കിൽ 1.609 ആണോ 1.852 ആണോ എന്ന് കൺഫ്യൂഷൻ വരരുത്. ഫിക്സ് ചെയ്ത് വയ്ക്കുക കൂടുതലുള്ള വാല്യൂ. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ സെറ്റിലോട്ട് പോവാം. നമ്മുടെ ഏരിയയിൽ നിന്നും എന്തൊക്കെ നമുക്ക് പഠിക്കണം? അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച എന്തായിരുന്നു? 1 മീറ്റർ എന്ന് പറയുന്നത് 3.28 ഫീറ്റ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന 10.764 ഫീറ്റ് സ്ക്വയർ. ഓക്കെ, 3.28നെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 10.764 അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കേട്ടോ. ഇനി മറ്റൊന്ന് 1 R, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. 1 R എന്ന് പറയുന്നത് 100 മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് പറയാം 10 സ്ക്വയർ മീറ്റർ സ്ക്വയർ. ഇനി മറ്റൊന്ന് നിങ്ങളിപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ചതുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. 1 ഹെക്ടർ എന്ന് പറയുന്നത് എത്ര മീറ്റർ സ്ക്വയർ ആണ്? ഒത്തിരി തവണ നമ്മുടെ കേരള PSCക്ക് ചോദിച്ച് മടുത്തൊരു ക്വസ്റ്റ്യനാണ്. 1 ഹെക്ടർ എത്ര മീറ്റർ സ്ക്വയർ ആണ്? അപ്പോൾ ഒന്ന് ആലോചിച്ചേ, ഹെക്ടോ എത്രയാണെന്നാണ് പറഞ്ഞ ആദ്യത്തെ പ്രിഫിക്സിൽ? ഹെക്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 100, അല്ലെങ്കിൽ നമുക്ക് പറയാം 10 സ്ക്വയർ എന്ന്. അങ്ങനെയാണെങ്കിൽ R എത്രയാണ്? 1 R എന്ന് പറയുന്നത് 10 സ്ക്വയർ ആണ്. അങ്ങനെ 10 സ്ക്വയർ ഇൻറ്റു 10 സ്ക്വയർ 10⁴ മീറ്റർ സ്ക്വയർ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹെക്ടറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഹെക്ടോയും ആറും. ഹെക്ടോ 100, ആറും 100. അങ്ങനെ നമുക്ക് 10⁴ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. 1 ഹെക്ടർ എന്ന് പറയുന്ന 2.47 ഏക്കറാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് 1 ഹെക്ടർ എന്ന് പറയുന്നത് 2.47 ഏക്കറാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 1 ഏക്കർ എന്ന് പറയുന്നത് 100 സെൻറ്റാണ്. പ്ലോട്ടൊക്കെ വലിയ പ്ലോട്ടൊക്കെ ആണെങ്കിൽ 1 ഏക്കർ 100 സെൻറ്റ്. നമ്മുടെ വീടുകളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? സെൻറ്റിലല്ലേ? ഇപ്പോൾ 20 സെൻറ്റ് 30 സെൻറ്റ് എത്രയാണ്? 1 സെൻറ്റ് എന്ന് പറയുന്നത് എത്ര മീറ്റർ സ്ക്വയറാ? 40.468 മീറ്റർ സ്ക്വയർ. വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതറിയായിരിക്കും ആ വാല്യൂ. നിങ്ങൾ അപ്രോക്സിമേറ്റ് ആയിട്ട് 40 ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കറക്റ്റ് വാല്യൂ തന്നെ പഠിച്ചു വെച്ചോളൂ. കാരണം കേരള PSCക്ക് അടുത്തടുത്തുള്ള ABCD എന്നുള്ള അടുത്തടുത്ത വാല്യൂസാണ് ചോദിക്കുന്നത്. അപ്പോൾ തെറ്റിപ്പോയത്. 1 സെൻറ്റ് എന്ന് പറയുന്നത് 40.468 മീറ്റർ സ്ക്വയർ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഏരിയയിൽ പഠിക്കേണ്ടത്? നമ്മൾ 1 മീറ്റർ അവിടെ നിന്ന് തുടങ്ങണം. നമ്മുടെ ലെന്തിൽ നിന്ന് 1 മീറ്റർ 3.28 ഫീറ്റ്. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ സ്ക്വയർ 10.764 ഫീറ്റ് സ്ക്വയർ. പിന്നെ നമ്മൾ പഠിക്കുന്നു 1 R 10 സ്ക്വയർ മീറ്റർ സ്ക്വയർ. 1 ഹെക്ടർ നമുക്ക് പഠിക്കേണ്ട, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് കിട്ടും 10⁴ മീറ്റർ സ്ക്വയർ. മറ്റൊന്ന് എന്താണ്? 1 ഹെക്ടർ 2.47 ഏക്കർ. മറ്റൊന്ന് നിങ്ങൾക്ക് എന്താ അറിയാം? 1 ഏക്കർ എന്ന് പറയുന്നത് എന്താണ്? 100 സെൻറ്റ്. 1 സെൻറ്റ് എന്ന് പറയുന്ന വീട് ഓർത്താൽ മതി. 40.468 മീറ്റർ സ്ക്വയർ. ഏരിയ പഠിക്കാൻ കുറച്ച് ഈസിയാണ്. ഇനി നമുക്ക് വോളിയമാണ് ഏരിയയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളത്. ചോദിച്ചിട്ടുള്ളതാണ് മാക്സിമം കളക്ട് ചെയ്തിട്ടുള്ളത്. 1 മീറ്റർ ക്യൂബ്. നമ്മളിവിടെ 1 മീറ്റർ സ്ക്വയർ കണ്ടു. ഇനി അടുത്തത് 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 35.315 ഫീറ്റ് ക്യൂബ്. ഓക്കെ, അടുത്ത ഫീറ്റ് ക്യൂബിനെ മീറ്റർ ക്യൂബ് ജസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നതാണ്. 0.0283 മീറ്റർ ക്യൂബ്. അതുപോലെ മറ്റൊന്നാണ് 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒന്നായിരിക്കും. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന 1000 ലിറ്റർ. എന്താണ്? നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റിലായിക്കോട്ടെ നമുക്ക് ചെറിയ പ്രോബ്ലംസ് ചോദിച്ചാൽ കൂടി ലിറ്ററിൽ മീറ്റർ ക്യൂബ് കൺവേർട്ട് ചെയ്യാൻ അറിഞ്ഞേക്കുക. കുട്ടി ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അറിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫിക്സ് ആക്കിക്കോളൂ. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്ററാണ്. അടുത്തത് എന്താണ്? 1 ഫീറ്റ് ക്യൂബ് എന്ന് പറയുന്ന ഗാലൻ. വേണമെങ്കിൽ ചോദിക്കാം, ഗാലൻ ആരുടെ ഇതാണ്? ഏരിയ ആണോ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ലെന്താണോ? വോളിയമാണോ? വെയിറ്റ് ആണോ? വോളിയമാണ്. പണ്ടത്തെ യൂണിറ്റാണ് ഗാലൻ എന്ന് പറയുന്ന. 1 ഫീറ്റ് ക്യൂബ് എന്ന് പറയുന്ന 7.48 ഗാലൻ. അതുപോലെ തന്നെ ഒറ്റ ഗാലൻ 1 ഗാലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാല്യൂ ഇമ്പോർട്ടൻ്റ് കേട്ടോ. 4.546 ലിറ്റർ. അപ്പോൾ വോളിയത്തിൽ നമുക്ക് നോക്കേണ്ടത് ആദ്യം നമ്മൾ മീറ്റർ സ്ക്വയർ മീറ്റർ ക്യൂബ് വരെ എത്തിയല്ലേ? 1 മീറ്റർ എത്രയായിരുന്നു? 3.28 ഫീറ്റ്. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ സ്ക്വയർ എത്രയാണ്? 10.764 ഫീറ്റ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ ക്യൂബ് എത്രയാണ്? 34.315 ഫീറ്റ് ക്യൂബ്. അടുത്ത ജസ്റ്റ് റിവേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ഫീറ്റ് ക്യൂബ് അവിടെ ഇരുന്ന്
ഡിവൈഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടത്. പറ്റുന്നവർ പഠിക്കാം. 1 ഫീറ്റ് ക്യൂബ് എന്ന് പറയുന്ന 0.0283 മീറ്റർ ക്യൂബ്. മറ്റൊന്നെന്ന് പറയുന്ന 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന 1000 ലിറ്ററാണ്. അതുപോലെ ഗ്യാലനിൽ പറയുമ്പോൾ നമ്മുടെ ഫീറ്റ് ക്യൂബിന് ഗ്യാലനിൽ പറയുമ്പോൾ 7.48 ഗ്യാലനാണ്. അതുപോലെ 1 ഗ്യാലനിൽ 4.546 ലിറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ആ ലാസ്റ്റ് പറഞ്ഞ 1 ഗ്യാലൻ എന്ന് പറയുന്ന 4.546 ലിറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കുന്നത് ഇത് നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്, സെറ്റായിട്ട് പഠിച്ചോളൂ. ഓക്കെ, 1 മീറ്റർ 3.28 ഫീറ്റ്, 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 10.764 ഫീറ്റ് സ്ക്വയർ, 1 ഫീറ്റ് ക്യൂബ് 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 35.315 ഫീറ്റ് ക്യൂബ്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമ്മൾ എന്തൊക്കെ കണ്ടു? ലെന്ത് കണ്ടു, ഏരിയ കണ്ടു, വോളിയം കണ്ടു. ഇനി നമ്മുടെ വെയിറ്റ് കൺവേർഷനാണ് നമ്മൾ നോക്കുന്നത്. വെയിറ്റ് കൺവേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. 1 ടൺ എന്ന് പറയുന്ന 1000 കിലോഗ്രാം, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. 1 ടൺ 1000 കിലോഗ്രാം. 1 ക്വിൻ്റൽ എന്ന് പറയുന്ന 100 കിലോഗ്രാം. ഒരിക്കൽ PSCയിൽ സ്റ്റീലിൻ്റെ ഡെൻസിറ്റി ചോദിച്ചിരുന്നു. ഡെൻസിറ്റി ഓഫ് സ്റ്റീൽ എത്രയാണ്? നിങ്ങൾക്കറിയാം ഡെൻസിറ്റി ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 7850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ല തന്നത്, പകരം ക്വിൻ്റൽ പെർ മീറ്റർ ക്യൂബാണ് തന്നത്. അപ്പോൾ അറിഞ്ഞു വെക്കുക, 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം. അതുപോലെ തന്നെ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 2.205 പൗണ്ട്. പൗണ്ട് അല്ലെങ്കിൽ LB എന്നും ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. മറ്റൊന്ന് 1 പൗണ്ട്, ഇതും സെപ്പറേറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. 1 പൗണ്ട് എന്ന് പറഞ്ഞാൽ 0.454 കിലോഗ്രാം. അപ്പം നമ്മളിവിടെ എന്തൊക്കെയാണ് നോക്കേണ്ടത്? 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. അതുപോലെ 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. പിന്നെ നമ്മൾ കണ്ടേ 1 കിലോഗ്രാം, ലാസ്റ്റ് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 2.205 പൗണ്ടാണ്. അതുപോലെ 1 പൗണ്ട് എന്ന് പറഞ്ഞാൽ 0.454 കിലോഗ്രാം ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയും അതിൻ്റെ SI യൂണിറ്റുമാണ്. നമ്മൾ +2ലും ഓൾമോസ്റ്റ് 10th പഠിക്കുന്ന കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് ഉള്ളത്. എന്തൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഈ പേരും അത് പഠിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ SI യൂണിറ്റും പഠിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓഡ് വൺ ഔട്ട് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും കൂടെ ക്വസ്റ്റ്യനിൽ തന്നിട്ട് അതിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഏതാണെന്ന് നമ്മൾ പിക്ക് ചെയ്ത് അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? എല്ലാവർക്കും അറിയാമല്ലേ, കിലോഗ്രാം, kg. ലെന്തിൻ്റെ എന്താണ്? മീറ്റർ. ടൈമിൻ്റെ എന്താണ്? സെക്കൻഡ്. നെക്സ്റ്റ് ആദ്യത്തെ 3 വെച്ചിട്ടാണ് ഡൈമെൻഷണൽ ഫോർമുല എഴുതുന്നത്. അത് നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിക്കും. അടുത്തത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് ഓർത്ത് വയ്ക്കുക, കെൽവിനാണ്. ഫാരൻഹീറ്റ് എന്നും സെൽഷ്യസ് എന്നൊക്കെ തരാറുണ്ട്, മാറിപ്പോവരുത്, കെൽവിനാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നതും ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നതും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഇനി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്നതിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്താണ്? മോൾ. അതുപോലെ ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്? കാൻഡില. ഇലക്ട്രിക് കറണ്ടിൻ്റെ ആംബിയർ. ഈ 7 യൂണിറ്റും പഠിക്കുക, 7 യൂണിറ്റ് SI യൂണിറ്റും പഠിക്കുക. എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്നും പഠിക്കുക. ഇനി നമുക്ക് കുറച്ച് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നോക്കാം. നമ്മുടെ വരുന്ന സബ്ജക്റ്റിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്തൊക്കെയാണ്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. L ഇതാണെങ്കിൽ ഇത് B ആണെങ്കിൽ L ഇൻറ്റു B. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അല്ലേ, മീറ്ററിലായിരിക്കും ലെന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന, ബ്രെഡ്ത്ത് ആയാലും മീറ്ററിലായിരിക്കും മീറ്റർ സ്ക്വയർ. ഏരിയ എന്ന് പറയുന്ന മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ വോളിയം എന്ന് പറയുന്ന മീറ്റർ ക്യൂബാണ്. പിന്നെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. കാരണം വെയിറ്റ് ന്യൂട്ടണും അതുപോലെ മാസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. വെയിറ്റ് എവിടെയാണ് നമ്മൾ നോക്കുന്ന? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ട്. മാസ് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. വെയിറ്റ് കൺഫ്യൂഷൻ ആവരുത്, അത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന ന്യൂട്ടൺ ആണ്. W=mg എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫോഴ്സ്, വെയിറ്റ് ആയിക്കോട്ടെ ഫോഴ്സ് ആയിക്കോട്ടെ, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഇനി വർക്ക്, എനർജി, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, ഇതിൻ്റെ എല്ലാ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക്,
എനർജി, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. വർക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി അടുത്ത ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്താണ്? പ്രഷർ. പ്രഷറിൻ്റെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്താണ്? പാസ്കൽ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫോഴ്സ് ബൈ ഏരിയ. നിങ്ങൾ ഓരോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി പഠിക്കുമ്പോഴും അതിൻ്റെ ഫോർമുലാസ് കൂടി ഓർത്ത് വെച്ചാൽ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ തെറ്റത്തില്ല. പ്രഷറിൻ്റെ ഫോർമുല എന്താണ്? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഏരിയനെ മീറ്റർ സ്ക്വയർ എന്ന് എടുക്കാം. അപ്പോൾ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെയാണ് നമ്മൾ പാസ്കൽ എന്ന് പറയുന്നത്. 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനാണ് പാസ്കൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രഷർ പാസ്കലാണ്, സ്ട്രെസ്സ് പാസ്കലാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് റിജിഡിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ യൂണിറ്റ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് പാസ്കൽ അല്ലെങ്കിൽ എന്താണ് ഓപ്ഷനിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കാണാം, അല്ലെങ്കിൽ ബോത്ത് A and B എന്നും കാണാം. ഇനി ടോർക്ക് എന്താണ്? ടോർക്ക് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ, അതായത് ഒരു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്, F/S. ഇനി മറ്റൊന്ന് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ആയാലും അത് തന്നെയാണ്. പിന്നെ കപ്പിൾ ആയാലും എടുക്കുന്ന വാല്യൂവിന് മാത്രമേ ചേഞ്ച് ഉണ്ടാവൂ. നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, കപ്പിള്, ടോർക്ക്, മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എല്ലാം സെയിം യൂണിറ്റ് ആണ്. ഇനി മറ്റൊന്നെന്ന് പറയുന്ന മൊമെൻറ്റം കുട്ടി ക്ലാസ് കണ്ടിട്ടുണ്ടായിരിക്കും. മൊമെൻറ്റം P എന്ന് പറയുന്ന മാസ് ഇൻറ്റു വെലോസിറ്റി, M/V. അങ്ങനെയാണെങ്കിൽ മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. വെലോസിറ്റിയുടെ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണ് ഇത് വന്നത്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് PSCയിൽ അടുത്ത എപ്പോഴും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയിൽ വെയിറ്റും ചോദിക്കും, അതുപോലെ എന്താണ് സ്ട്രെസ്സും പ്രഷറൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒന്നാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ മീറ്റർ റൈസ് ടു 4. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക്, റെക്റ്റാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇത് വിഡ്ത്തും ഇത് ലെന്തും ആണെങ്കിൽ നമുക്ക് പറയാം LB³/12 അല്ലേ, XX ആക്സിസിലാണെങ്കിൽ. അപ്പോൾ Lൻ്റെ എന്താണ്? മീറ്റർ. B³ എന്താണ്? മീറ്റർ ക്യൂബ്. അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ ക്യൂബ്, മീറ്റർ റൈസ് ടു 4. അങ്ങനെയാണ് അത് വന്നത്. അതെല്ലാം നിങ്ങൾ നമ്മുടെ മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചർ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെയൊക്കെ തുടക്കത്തിൽ പഠിക്കുന്ന ഒന്നാണ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്, ഓർത്ത് വയ്ക്കാം, മീറ്റർ റൈസ് ടു 4. ഇനി ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ്, അതായത് ഫോഴ്സ് ഇൻറ്റു ടൈമാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഇതൊക്കെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന് നിങ്ങൾ കാണും. സ്പീഡ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വേണം അടുത്ത വരുന്ന സബ്ജക്റ്റിൽ പോവാൻ. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ വെലോസിറ്റി ആയാലും സ്പീഡ് ആയാലും യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതായത് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഉണ്ട്. എന്നാൽ നമ്മുടെ സ്പീഡ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അതെല്ലാം നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ കാണും. ഇവിടെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് അതിൻ്റെ യൂണിറ്റ് മാത്രമേ കാണുന്നുള്ളൂ. സ്പീഡ്, വെലോസിറ്റി, മീറ്റർ പെർ സെക്കൻഡ്. ഇനി ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ ടൈമിൻ്റെ ആണെങ്കിൽ 1/s, അങ്ങനെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി മാസ് ഡെൻസിറ്റി, വെയ്റ്റ് ഡെൻസിറ്റി, സ്പെസിഫിക് വോളിയം, ഇതെല്ലാം നമ്മളെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഫസ്റ്റ് തുടക്കത്തിലുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ കാണുന്നതാണ്. അപ്പോൾ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മുടെ ഡെൻസിറ്റി തന്നെയാണ്. മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ആയിട്ട് എടുക്കും, മാസ് ബൈ വോളിയം. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. വോളിയത്തിൻ്റെ മീറ്റർ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ മാസ് ഡെൻസിറ്റിയുടെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. പണ്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ഇനി ചോദിച്ചുകൂടാ എന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെയ്റ്റ് ഡെൻസിറ്റി എന്താണ്? വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ് ഡെൻസിറ്റീനെ റോ ഇൻറ്റു ജീനെയാണ് നമ്മൾ വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെയ്റ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ നമുക്ക് പറയാം വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ബൈ വോളിയം. മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ബൈ വോളിയാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ്, വെയ്റ്റിൻ്റെ യൂണിറ്റ് എന്തായി? ന്യൂട്ടൺ ആയി. വോളിയം എന്ന് പറയുന്നത് മീറ്റർ ക്യൂബായി, ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അടുത്ത സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് നമ്മുടെ മാസ് ഡെൻസിറ്റിയുടെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ ഇൻവേഴ്സിനെയാണ് നമ്മൾ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൻ്റെ ഇൻവേഴ്സ് എന്താണ്? മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ഇനി അടുത്തത് സർഫസ് ടെൻഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് ഫോർമുല എല്ലാം സർഫസ് ടെൻഷൻ്റെ ചോദിക്കാറുണ്ട്. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് അല്ലേ, ഫോഴ്സ് പെർ ലെന്തിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ലെന്ത് മീറ്റർ, ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് പവർ നോക്കാം. പവറിൻ്റെ കുറച്ച് വാല്യൂസ്, 2 വാല്യൂസ് ഉണ്ട്.
ഇമ്പോർട്ടൻ്റ് ആണ്. മെട്രിക് ഹോഴ്സ് പവറും അതുപോലെ ബ്രിട്ടീഷ് ഹോഴ്സ് പവറും. അതിനു മുമ്പ് പവർ എന്താണെന്നറിയാം. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. പിന്നെ പവറിനെ ഹോഴ്സ് പവറിലും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അത് MKS സിസ്റ്റം ആകുമ്പോൾ 1 ഹോഴ്സ് പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 735.5 വാട്ട്. അതുപോലെ തന്നെ FPS സിസ്റ്റം അല്ലെങ്കിൽ ചോദിക്കാം ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇമ്പീരിയൽ സിസ്റ്റത്തിൽ. അപ്പോൾ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ബ്രിട്ടീഷ് ഹോഴ്സ് പവർ എന്ന് പറയുന്ന 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 745.7 വാട്ട്. ബ്രിട്ടീഷിൻ്റെ കൂടുതലായിരിക്കും. 1 ബ്രിട്ടീഷ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 745.7 വാട്ടാണ്. അതുപോലെ നമ്മുടെ മെട്രിക് ഹോഴ്സ് പവറാണ്. ഈ റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. മെട്രിക് ഹോഴ്സ് പവറിൻ്റെ വാല്യൂ 735.5 വാട്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പവറിൽ പഠിക്കേണ്ടത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് കൺവേർഷനിൽ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡൈനാമിക് വിസ്കോസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി, അതിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ CGS യൂണിറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. വരുന്ന റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൺവേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് കൺവേർഷൻ റിലേറ്റ് ചെയ്തേക്കുന്നത്? ഓക്കെ, അപ്പം ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂ എന്ന് നിങ്ങളതെല്ലാം FME പഠിക്കും. എനിവേ, ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് ഓൾസോ നോൺ എസ് എന്ന ഒരു ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും പഠിച്ചു വെച്ചോളൂ. ഡൈനാമിക് വിസ്കോസിറ്റി ഓർ അബ്സല്യൂട്ട് വിസ്കോസിറ്റി, അല്ലെങ്കിൽ നമുക്ക് പറയാം കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. 3 പേരാണ്. എല്ലാ സബ്ജക്റ്റിലും ഒരു അതർ ടേം ഉണ്ടെങ്കിൽ അതും പഠിക്കാൻ നോക്കുക. അപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ അബ്സല്യൂട്ട് വിസ്കോസിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി മ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പോയിസ് ആണ്. അപ്പോൾ മാറിപ്പോയത് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റുമായിട്ട്. കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്സിലറേഷൻ്റെ യൂണിറ്റ് അറിയാമല്ലോ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആ സ്ക്വയർ ഇങ്ങോട്ട് മാറിയാൽ നമുക്ക് കൈനമാറ്റിക് വിസ്കോസിറ്റി കിട്ടും. അവിടെ ഇരുന്ന് ഡിറൈവ് ചെയ്ത് എടുക്കണ്ട. അപ്പോൾ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് സ്റ്റോക്കാണ്. അതിന് ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ് ഓപ്ഷനിൽ സ്റ്റോക്കും തരും, പോയിസും തരും. അപ്പോൾ ഓർത്ത് വയ്ക്കുക DP, നമ്മുടെ വാട്സപ്പ് DP ആലോചിച്ചാൽ അത് DP. അപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റി പോയിസ്, അതും ആലോചിക്കാൻ പറ്റാത്തവർ. കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ സ്റ്റോക്സ്, അതായത് നമ്മളിനി GTയിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, നമ്മുടെ FMA എല്ലാ സബ്ജക്റ്റിലും വരുമ്പോൾ സ്റ്റോക്സ് ഫോർമുല എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുല പഠിക്കും. അത് റിലേറ്റ് ടു നമ്മുടെ ടെർമിനൽ വെലോസിറ്റിയാണ്, വെലോസിറ്റി ആയിട്ടാണ്. വെലോസിറ്റി എന്തായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? കൈനമാറ്റിക്സ് അല്ലേ? അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി അങ്ങനെ ഓർത്ത് വയ്ക്കുക. 2 രീതിയിൽ ഓർത്ത് വയ്ക്കുക. DP എന്ന് ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ കൈനമാറ്റിക്സ് വെലോസിറ്റി ആയിട്ട്. വെലോസിറ്റി ഏത് ഇക്വേഷനാണ്? സ്റ്റോക്സ്. അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പം നമുക്ക് ഈ CGS യൂണിറ്റാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്, മാറിപ്പോവരുത്. ഇനി ഫോഴ്സിൻ്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം, ന്യൂട്ടൺ ആണ്. അതിൻ്റെ CGS യൂണിറ്റ് അറിയില്ലാത്തവർ പഠിച്ചു വയ്ക്കുക, ഡൈൻ ആണ്. ഓക്കെ, ഡൈൻ. അതുപോലെ തന്നെ വർക്കിൻ്റെ SI യൂണിറ്റ് അറിയായിരിക്കും, ജൂള്. എന്താണ് CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? എർഗ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവർ തമ്മിലുള്ള CGS യൂണിറ്റും SI യൂണിറ്റും തമ്മിലുള്ള കൺവേർഷനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നമ്മളെ മ്യൂ ഡൈനാമിക് വിസ്കോസിറ്റി നോക്കാം. 1 പാസ്കൽ സെക്കൻഡ്, അതായത് SI യൂണിറ്റുള്ള പാസ്കൽ സെക്കൻഡ് ഇൻ CGS യൂണിറ്റ് എങ്ങനെയാണെന്ന്. 1 പാസ്കൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10 പോയിസാണ്, 10 പോയിസാണ്. മാറിപ്പോയത് 1 പാസ്കൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10 പോയിസ്. അപ്പം 1 പോയിസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 10⁻⁻1 പാസ്കൽ സെക്കൻഡ്. ഓക്കെ, അതുപോലെ തന്നെ കൈനമാറ്റിക് വിസ്കോസിറ്റിയിൽ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എത്ര സ്റ്റോക്സ് ആണെന്ന് ചോദിക്കാറുണ്ട്. 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന 10⁻4 സ്റ്റോക്സ് ആണ്. അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്ര മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്? 10⁻⁻4. ആക്ച്വലി ഇത് വന്നത് എങ്ങനെയാണെന്നറിയോ? 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിൻ്റെ ആണ്. സ്റ്റോക്സ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ യൂണിറ്റ് CGS യൂണിറ്റ് സ്റ്റോക്സിന് നമുക്ക് അല്ലെങ്കിൽ എന്ത് പറയാം? സെൻറ്റിമീറ്റർ. സ്റ്റോക്സിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. 1 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിനെയാണ് ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിനെയാണ്. അങ്ങനെയാണെങ്കിൽ മീറ്റർ സ്ക്വയറിനെ സെൻറ്റിമീറ്റർ സ്ക്വയർ ആക്കാനൊക്കെ എത്രയാണ്? 10⁻4. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 10⁻4. അങ്ങനെ വന്നതാണ്. മീറ്ററിൻ്റെ സെൻറ്റി നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ടില്ലേ, അങ്ങനെ വന്നതാണ് ഈ 10⁻4 സ്റ്റോക്സ് എന്ന്. 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് 10⁻4 സ്റ്റോക്സ്. അടുത്ത ഫോഴ്സ് എന്ന് പറയുന്ന 1 ന്യൂട്ടൺ എന്ന് പറയുന്ന 10⁵ ഡൈൻ ആണ്. അതും ഇതുപോലെ കൺവേർട്ട് ചെയ്യാം. നിങ്ങൾ പഠിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്.
1 പോയിസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 പാസ്കൽ സെക്കൻഡ് ആണ്. 1 പാസ്കൽ സെക്കൻഡ് എന്ന് പറയുന്നത് 10 പോയിസ് ആണ്. അതുപോലെ തന്നെ 1 പാസ്കൽ സെക്കൻഡ് 1 പോയിസ് എന്ന് പറഞ്ഞോ എന്നൊരു ഡൗട്ടുണ്ട്. തെറ്റാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. 1 പാസ്കൽ സെക്കൻഡ് എന്ന് പറയുന്നത് 10 പോയിസ് ആണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സിൻ്റെ ന്യൂട്ടനും ഡൈനും തമ്മിലുള്ള ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. 10⁵ ആണ്. അതുപോലെ തന്നെ വർക്ക് ജൂളും എർഗും 1 ജൂൾ എന്ന് പറയുന്നത് 10⁷ എർഗാണ്. ഏതെങ്കിലും ഒരു സെറ്റേ നിങ്ങൾ പഠിക്കാവൂ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഏറ്റവും നല്ലത് SI യൂണിറ്റിൽ നിന്നും CGS യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ 1 പാസ്കൽ സെക്കൻഡ് 10 പോയിസ്, 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് 10⁴ സ്റ്റോക്സ്, 1 ന്യൂട്ടൺ 10⁵ ഡൈൻ, അതുപോലെ 1 ജൂൾ എന്ന് പറയുന്ന 10⁷ എർഗ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തത് ഫാരൻഹീറ്റ് ടു സെൽഷ്യസ്. ഫാരൻഹീറ്റും സെൽഷ്യസും തമ്മിലുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്. പലരും പല ഇക്വേഷനായിരിക്കും പഠിച്ചു വയ്ക്കുന്നത്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. പഠിക്കാത്തവർ ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. സെൽഷ്യസ്, ഒരു സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കണമെങ്കിൽ എന്താണ്? സെൽഷ്യസ് ഈക്വൽ ടു 5/9 × F-32. ഇതിൻ്റെ പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കാൻ 5/9 × F-32 ആണ്. മാറിപ്പോയത് -32. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഏത് ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു ആണ് ഏത് ഡിഗ്രി ഫാരൻഹീറ്റ്? അതായത് നമ്മുടെ -40 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ -40 ഡിഗ്രി ഫാരൻഹീറ്റിന് ഈക്വൽ ആണ്. ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. -40 ഡിഗ്രി +40 അവിടെ കാണും. ഓപ്ഷൻ തെറ്റിപ്പോയത്. ചിലർ അവിടെ ഇരുന്ന് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. ഒത്തിരി ടൈം പോവും. പഠിച്ച് തന്നെ വെക്കുക. -40 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു -40 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ ക്വസ്റ്റ്യന് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പ്രിഫിക്സ് എന്താണെന്ന് കാണാം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ കാണാം. ഓക്കെ, പ്രിഫിക്സ് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ആയിട്ട് നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ടത്. ഇനി അതിൽ നിന്നും കുറച്ച് എന്താണ് ഹൈ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ബേസ് യൂണിറ്റ് 10⁻⁴ അല്ലെങ്കിൽ 1. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്താണ് ആദ്യം ചെറിയ വാല്യൂസ് നോക്കാം. നമ്മൾ കണ്ടതാണ് ഡെസി 10⁻⁻1, ഡെക്ക 10⁻1 അല്ലെങ്കിൽ 10, സെൻറ്റിമീറ്റർ 10⁻², മില്ലി 10⁻3. ഇത്രയാണ് നമ്മൾ കണ്ടത്. മൈക്രോ ചോദിച്ചിട്ടുണ്ട്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6. അതുപോലെ തന്നെ നാനോ വളരെ ചെറുതാണ്, 10⁻⁻9. ഓർത്താൽ മതി, 9 നാനോ, ആ പേര് തമ്മിൽ സിമിലാരിറ്റി ഉണ്ടല്ലോ. അതുപോലെ മറ്റൊന്നാണ് പൈക്കോ എന്ന് പറഞ്ഞാൽ 10⁻⁻12. പൈക്കോ 10⁻⁻12. ഇത്രയാണ് മാക്സിമം നിങ്ങൾ പഠിക്കേണ്ടത് സ്മോളർ യൂണിറ്റിലാണ്. അടുത്ത ബിഗ്ഗർ യൂണിറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഡെക്ക, ഹെക്ടോ, കിലോ അത് പഠിച്ചായിരുന്നു. ഡെക്ക എന്ന് പറയുന്നത് 10 ആണ്. ഹെക്ടോ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്, 100 ആണ്. കിലോ നിങ്ങൾക്ക് അറിയായിരിക്കും, 1000. ഇനി മെഗാ എന്ന് പറയുന്നത് എന്താണ്? റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. മെഗാ ന്യൂട്ടൺ എത്രയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6. അതുപോലെ തന്നെ ജിഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻9. 10⁻⁻9 വന്നപ്പോൾ എന്താണ്? നാനോ. ഇനി 10⁻12 ഏറ്റവും വലിയ വാല്യൂ ടെറ. 10⁻⁻12 എന്തായിരുന്നു? പൈക്കോ. മാറിപ്പോവരുത്, അത് കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. ആദ്യം ഒരു താഴത്തെ സെറ്റ് പഠിക്കുക, അതിനുശേഷം മേളിലത്തെ സെറ്റ് പഠിക്കുക. ഡെസി, സെൻറ്റി, മില്ലി, മൈക്രോ, നാനോ, പൈക്കോ. അതുപോലെ തന്നെ ഡെക്ക, ഹെക്ടോ, കിലോ, മെഗാ, ജിഗ, ടെറ. മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6. ആദ്യത്തെ 3ഉം അവസാനത്തെ 3ഉം ആയിരിക്കും കൺഫ്യൂഷൻ വരിക. അത് പ്രത്യേകം നോട്ട് ചെയ്ത് കൂടുതൽ ടൈം റിവേഴ്സ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെഷർമെൻറ്റ്സ്, യൂണിറ്റ്സ് ആൻഡ് കൺവേർഷനിൽ തിയറി ആയിട്ടുള്ളത്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.